ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പായസം ഉണ്ടാക്കി നോക്കാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒന്ന് ചെയ്യണേ. അതേപോലെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് സേമിയ ഇട്ടിട്ട് വറുത്തെടുക്കണം. റോസ്റ്റഡ് ആയി വറുക്കേണ്ട ആവശ്യമില്ല. ഇത് റോസ്റ്റഡ് അല്ല, അതുകൊണ്ട് വറുത്തെടുത്തു. അതിനുശേഷം ഒരു ബൗളല്ല ഒരു ഒരു പ്ലേറ്റ് പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് പാല് നമ്മൾ തിളപ്പിക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള പാല്, ഞാൻ പാൽപ്പൊടി ഇട്ടിട്ടാക്കിയത്, അതായത് പാൽപ്പൊടി ഇട്ട പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്, നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട്, ഗോൾഡൻ കളർ വരുന്ന വരെ. അതിന് മുമ്പ് തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും വറുത്തെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ മുന്തിരി ഇല്ലാത്തതുകൊണ്ട് മുന്തിരി ഇട്ടിട്ടില്ല, അണ്ടിപ്പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം അതേ പാനിൽ അത് മാറ്റി വെച്ചിട്ട് അതേ പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിന് ശേഷം ഈ സേമിയ അതിലിട്ടിട്ട് നല്ലതുപോലെ വേവുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കുറച്ച് പാൽ ആഡ് ചെയ്യണം, അപ്പം പാലിന് ടേസ്റ്റ് വരും. ഇല്ലെങ്കിൽ വെള്ളം മാത്രമായെങ്കിൽ നല്ല രസം ഉണ്ടാവില്ല. ഇത് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഗോൾഡൻ കളറായിട്ടുണ്ട് വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നല്ലപോലെ വഴറ്റി കൊടുക്കുക. നല്ലതുപോലെ വേവണത്. അടച്ചു കൊടുത്താലും വേഗം വേവും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക്. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നത് വെന്തിട്ടുണ്ടോ നോക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിലേക്ക് തന്നെ കുറച്ച് ഉപ്പ് പിടിക്കട്ടെ നമുക്ക്. ഉപ്പ് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. പായസം ഇഷ്ടമില്ലാത്ത ആരുണ്ട്? ഇതൊരു മസ്റ്റാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനേ ഉള്ളൂ. അതിനുശേഷം പാല് കുറച്ച് ഒഴിച്ച് കൊടുക്കണം. അതില്ലെങ്കിൽ കട്ടിയായി പോകും. വേവാനായിട്ട് നല്ലതുപോലെ വെള്ളം അല്ലെങ്കിൽ പാല് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നല്ലതുപോലെ വെന്ത് വരും, വേഗം തന്നെ വെന്ത് വരും. അതിനുശേഷം അതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കണം. എത്ര വേണം നോക്കിയിട്ട് നമുക്കനുസരിച്ച് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. സേമിയ ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഓഫാക്കിയിട്ട് പാല് പതച്ച് വന്നിട്ടുണ്ട്. ആ പാലിലോട്ട് നമ്മൾ സേമിയ എല്ലാം മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഉപ്പ് അതായത് മധുരത്തിനനുസരിച്ച് ഉപ്പുണ്ടോ അതേപോലെ മധുരമുണ്ടോ നല്ലതുപോലെ നോക്കിയിട്ട് നമ്മൾ ഒരിക്കൽ നല്ലതുപോലെ കുറുക്കിയെടുക്കണം. നല്ലതുപോലെ പതഞ്ഞ് വരട്ടത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. പിന്നെ പുതിയ ആൾക്കാരനെ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം മറക്കരുത്. നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ, പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.